പ്രതിഭട്ട എന്തോ ഈ ജംസ് പല ആൾക്കാരുടെയും കയ്യില് നോക്കിയിട്ടുണ്ടെങ്കിൽ നവരത്നങ്ങൾ അതേപോലെ ചില പ്രത്യേക കല്ലുകളൊക്കെ ധരിക്കുന്ന കാണാറുണ്ട്. ഇത്തരം കല്ലുകൾ ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് ഞാനുള്ള ജ്യോതിഷന്മാരാണ്. പക്ഷേ ഇതിനകത്ത് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലം മുതലേ ആൾക്കാർ ഈ രത്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വളരെ പ്രൗഢിയോടുകൂടി നമ്മളൊക്കെ ഈ നവരത്നങ്ങളായിട്ട് നടക്കാറുണ്ട് അല്ലേ. നവരത്നങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന കാണാം. 9 രത്നങ്ങൾ അല്ലേ. അതൊരു എന്താ പറയുക, ഗോൾഡിലാക്കി ഭയങ്കര പ്രൗഢോടുകൂടി ഇടുന്നുണ്ട്. പക്ഷേ ഓരോ ആൾക്കാരും ജനിക്കുന്ന സമയത്തുണ്ടാവുന്ന ദശാകാലങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന കല്ലുകൾ മാറുന്നത്. ഫോർ എക്സാമ്പിൾ ബുധദശയാണെങ്കിൽ എമറാൾഡ് ആയിരിക്കും ഇടുക. പിന്നെ ഓരോ ദശാകാലങ്ങളിൽ ഓരോ കല്ലുകളാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇഷ്ടപ്പെടുന്ന കല്ലുകൾ നമ്മൾ മേടിച്ചിടാറുണ്ട്. പിന്നെ അതുപോലെ ഒരാൾ ജനിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെ നക്ഷത്രം ബേസ് ചെയ്ത് ഓരോ രത്നങ്ങളുണ്ട്. യെല്ലോ സഫയർ അല്ലെങ്കിൽ റൂബി, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ വിശാഖമാണ് എന്നുണ്ടെങ്കിൽ യെല്ലോ സഫയർ ആണ്. അപ്പോൾ അത് എപ്പോൾ ഉപയോഗിക്കണം, ഏത് വിരലിൽ ഉപയോഗിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അറിയാതെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കല്ലുകളെ മേടിച്ചിടാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഈ ജെംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മിക് എനർജിയെ ശരീരത്തിലേക്ക് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യിപ്പിക്കുക. ആ എനർജി, ആ കല്ലിൻ്റെ എനർജി ശരീരത്തിൽ കൂടെ കയറുന്നു. ശരീരത്തിൽ പൂർണ്ണമായിട്ടൊരു ടോക്സിക് റിമൂവൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരൽ, എന്തെങ്കിലും ബ്ലാക്ക് ഓറാസ് ഉണ്ടെങ്കിൽ മാറ്റുക. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ശാസ്ത്രീയമായി പറയുന്ന ഈ രീതിയല്ല, വേറെ രീതിയിലാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ നമ്മളെ ഒരു മോതിരത്തിൽ ഈ കല്ലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ സൂര്യപ്രകാശം ഈ കല്ലിലടിച്ച് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് പ്രസരിക്കണം എന്നൊരു സംഭവമാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന കല്ലിന് ഡെപ്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഒരു ക്യാരറ്റിന് 5,000, 10,000 പല റേറ്റ് ഉണ്ട്. അപ്പോൾ കുറഞ്ഞ ക്യാരറ്റ് കല്ലുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കാണാൻ വേണ്ടി. കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ ഡെപ്ത് ഉള്ള കല്ലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി പൂർണ്ണമായിട്ടും സയൻറ്റിഫിക്കായിട്ട് പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടും ആൾക്കാർ ഉപയോഗിച്ച റിസൾട്ടും പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഒരാൾ കല്ലുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച സമയത്ത് ആ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും വെച്ചതിന് ശേഷം ആ ഒരു ജാതകം ജനറേറ്റ് ചെയ്യുമല്ലോ. ജാതകം എടുക്കുമ്പോൾ അദ്ദേഹം ജനിക്കുന്ന ആ കാലങ്ങളിലെ ദശ ഏതാണെന്ന് മനസ്സിലാക്കി ദശയ്ക്ക് ആവശ്യമായ കല്ല് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാവും. അതിലുപരി ജന്മനക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന കല്ലുകൾ ഇട്ട് കഴിഞ്ഞാലും ഉപയോഗം ഉണ്ടാവും. പിന്നെ ഈ കല്ലുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഏത് സമയത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്, ചിലത് സൂര്യ ഓരോ ടൈമിലോ അല്ലെങ്കിൽ സൂര്യ ഉദയത്തിന് ശേഷമോ മുൻപോ അല്ലെങ്കിൽ വ്യാഴഹോര ടൈമിലോ പല ഹോരകൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ പവർ കൂടുതലാണ്. കാരണം നമ്മുടെ ആ ഗ്രഹബലം ഏതാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഗ്രഹബലം കൂടുന്നും പലരും പറയുന്നുണ്ട്. പക്ഷേ ഗ്രഹബലം കൂടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കല്ലുകൾ അതിനു വേണ്ടിയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ചേട്ടൻ ഈ കല്ലുകളെ പറ്റിയിട്ട് പറഞ്ഞ സമയത്താണ് ഞാൻ ആലോചിച്ചത് കോഹിനൂർ രത്നം. അതെ, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇത്രയധികം ആൾക്കാർ പറയുമ്പോഴാണെങ്കിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാവാം കോഹിനൂർ രത്നത്തിന് ഇത്രത്തോളം ആ ഒരു വില? നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ നിന്ന് പോയൊരു രത്നമാണ്. അത് പുറത്ത് അത്ര വാല്യൂബിൾ ആയിട്ട് അവർ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മള് തിരുപ്പതി അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഭഗവാനെ ദർശിക്കുക, തിരിച്ചു പോരുക. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലുള്ള എന്താ പറയുക, ഈ പറയുന്ന രത്നങ്ങൾ അല്ലെ. ആ രത്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസം വളരെ വലുതാണ്. നമ്മൾ ഇന്നുവരെയും കാണാത്ത ഒരുപാട് രത്നങ്ങൾ കൊണ്ട് ആവരണം ചെയ്തേക്കുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് അടിക്കുന്ന ഒരു രത്നത്തിന്റെ പ്രതിഫലനം മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ആൾക്കാർ പോകുന്നത്. കുറേ ആൾക്കാർക്ക് ഇത് അറിയാതെ പോകും. അപ്പോൾ കോഹിനൂർ രത്നമാണെങ്കിലും ഇതിന് ഭയങ്കരമായ എന്താ പറയുക, ഒരു എനർജി ഒബ്സർവ് ചെയ്യാനുള്ളൊരു പവറുണ്ട്. ഇന്ന് നോക്കൂ ആതിര, ഇന്ത്യക്ക് പുറത്തുമുള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ കോബാൾട്ടിന്റെ പുറകിലാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്ന സ്വർണ്ണമാണെങ്കിൽ വേറൊരു രാജ്യം സ്വർണം ശേഖരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സ്വർണത്തിനെക്കാളും മൂല്യാധിഷ്ഠിതമായി ഇനി വരുന്നൊരു സംഭവമാണ് കോബാൾട്ട് എന്ന് പറയുന്നത്. കോബാൾട്ടിന്റെ ഖനനം പല രാജ്യങ്ങളും അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ചൈനയ്ക്ക് അതിന്റെ പുറകിലാണ്, ചൈന, റഷ്യ, ഇന്ത്യ. അപ്പോൾ ഈ പറയുന്ന രത്നങ്ങൾ, അതായത് ഈ കോഹിന്നൂർ ആണെങ്കിലും ഇതിന്റെ ഒരു വേറൊരു വെസറ്റാലിറ്റിയാണ്
ഈ ജ്യോതിഷപരമായ പല രത്നങ്ങളും പല രാജ്യങ്ങളിലും സെല് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇന്ത്യയിൽ ജയ്പൂർ എന്ന സ്ഥലങ്ങളിൽ ക്രിസ്റ്റലിനും അല്ലെങ്കിൽ ഈ മറ്റേ സിറോസ്കി ക്രിസ്റ്റലിനൊക്കെ വാല്യൂ കൂടുതലുള്ളത്? ക്രിസ്റ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ എന്താ പറയുക, ഒരു എനർജി വൈബ്രേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അറിഞ്ഞും അറിയാത്ത ആൾക്കാർ ഈ കോഹിനൂർ രത്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംബോളിക്കായിട്ട് അതേ വെർസറ്റാലിറ്റി നിൽക്കുന്ന ഒരുപാട് സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡുമായിട്ടുള്ള സാധനം മേടിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുകൾ പോലും ഫസ്റ്റ് ക്വാളിറ്റി ഒന്നുമല്ല. ഫസ്റ്റ് ക്വാളിറ്റിക്ക് നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാധാരണ ഒരാൾക്ക്. ഇതൊക്കെ തേർഡ് ക്വാളിറ്റി ഫോർത്ത് ക്വാളിറ്റി ഒക്കെ ആയിരിക്കും. ഈവൻ അത് ലോ റേറ്റിന് മേടിച്ചിട്ട് ഇവിടെ ഒരു ഹൈ പ്രീമിയം ഷോറൂമിൽ ഒരു ജ്വല്ലറിയിൽ വിൽക്കുമ്പോൾ അതിന് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും കൊടുത്ത് മേടിക്കും. കല്ലുകൾക്ക് അന്നും ഇന്നും പ്രസക്തിയുണ്ട്. അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന റിഫ്ലക്ഷൻ വളരെ വലുത് തന്നെയാണ്. തായ്ലൻഡിൽ ഒരുപാട് കല്ലുകൾ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിലുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കല്ലുകൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന എക്സ്പോർട്ട് കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നല്ല ജുവലേഴ്സോട് സമീപിക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള കല്ലുകൾ ശരിയാണോ അല്ലെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ലാബ്സ് ഉണ്ട്. എൻ്റെ അറിവിൽ ഹൈദരാബാദുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, 2-3 സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇത് സർട്ടിഫൈഡ് ജെമ്മാണോ അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ജെമ്മാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ആ സർട്ടിഫൈഡ് ചെയ്യുന്ന പറയുന്ന ആ ലാബ് പോലും നമ്മൾ ചെക്ക് ചെയ്യണം ഓതന്റിസിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഒരു നോർമൽ മെഷീൻ കൊണ്ടുവച്ചിട്ട് ആർക്കും സർട്ടിഫൈഡ് ചെയ്യാം. ആ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഓതന്റിസിറ്റി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണേ ബെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ചുകൂടി ഒരു ഫസ്റ്റ് ഗ്രേഡിലേക്ക് പോകുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജെംസ് പല റെപ്യൂട്ടഡ് ജ്വല്ലറിയിലും ഉണ്ട്. അപ്പം ആ ജ്വല്ലറിയോട് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തേർഡ് പാർട്ടി ഏജൻസി ഒത്തിരി പേരുണ്ട്. ഇപ്പം ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റിൽ, ഹൈദരാബാദ് അമീർപേട്ട്, പിന്നെ ഡൽഹി സരോജിനി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെയൊക്കെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. P2B ഏജന്റുമാരോ കണ്ടുപിടിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ 1-2 കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ആരും ഇതുപോലെ ഏജന്റിൻ്റെ അടുത്തൊന്നും പോകാറില്ല. ഒരു ഹോൾസെയിൽ ബിസിനസ്സിനാണെങ്കിൽ ഓക്കെ. നമുക്ക് മേടിക്കാനാണെങ്കിൽ നല്ല ജ്വല്ലറി തിരഞ്ഞെടുക്കുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജ്വല്ലറി തിരഞ്ഞെടുക്കുക. അവിടെ ഇരിക്കുന്ന കല്ലിൻ്റെ എന്താ പറയുക ഓതന്റിസിറ്റി ഉറപ്പ് വരുത്തുക, നല്ല സംഭവങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും നല്ലൊരു കൺസൾട്ടന്റിനെ കൺസൾട്ട് ചെയ്തിട്ടിടുന്നതാണ്. അതെ, അല്ലെങ്കിൽ ഒരു വെറുതെ നമ്മളിതിനെ ഒരു പോകുന്ന വഴിയിൽ ഒരു നെഗറ്റീവ് എനർജി മേടിച്ചു വെക്കണം. നന്നായിട്ട് പോകുന്ന ഒരാളായിരിക്കും. ഒരു ദിവസം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ നവരത്ന മോതിരങ്ങളൊക്കെ ഇട്ടിട്ട് വരും. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് പൂർണ്ണമായിട്ടും മാറും. നവരത്ന മോതിരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ രത്നങ്ങളും ഒരാൾക്ക് എപ്പോഴും സൂട്ടബിൾ ആയിരിക്കില്ല. വിപരീത ഫലങ്ങൾ നിൽക്കുന്ന രത്നങ്ങൾ ഉണ്ടാവും. കാരണം ആ ഗ്രഹത്തിന് എതിരെ നിൽക്കുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് തിരിച്ചടി ഉണ്ടാവും. അതിലേക്ക് പോകാതെ നല്ല ഒരു ക്വാളിഫൈഡ് ജ്യോതിഷനുമായിട്ടോ ക്വാളിഫൈഡ് കൺസൾട്ടന്റുമായിട്ടോ കൺസൾട്ട് ചെയ്തിട്ട് ആ കല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതേ വരുള്ളൂ. താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.